സത്യം പറഞ്ഞൊരു ഞെട്ടിക്കൽ എക്സാം ആയിരുന്നു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് എക്സാം മാത്സിൻ്റെ റിവ്യൂ ആണ്. സത്യം പറഞ്ഞാൽ ഈ എക്സാമിനെ പറ്റി പൊതുവേ എല്ലാവർക്കും ഉള്ള അഭിപ്രായം ഭയങ്കര ടഫാണെന്നാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഭയങ്കര ടഫായിരുന്നു. സത്യം പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ ഞാനിത് നോക്കി ഇങ്ങനെ ചുമ്മാ ഇരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ലായിരുന്നു. ഈ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ആൻസർ തുടങ്ങണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ വേണം. എനിക്ക് ആ ഒരു ഇതൊന്നും ക്വസ്റ്റ്യൻസ് സത്യം പറഞ്ഞാൽ പ്രോസസ്സ് ആവുന്നില്ലായിരുന്നു. ഞാൻ കുറേ ട്രൈ ചെയ്തു. അങ്ങനെ അവസാനം ടൈമിൽ പോകുന്ന കാണുമ്പോൾ അങ്ങനെ ലാസ്റ്റ് ഞാൻ തുടങ്ങിയതാണ്. ഞാൻ കുറച്ച് വൈകിട്ടാണ് എക്സാം എഴുതാനും തുടങ്ങിയത്. കൂൾ ഓഫ് ടൈമിൽ 15 മിനിറ്റ് ഞാൻ സത്യം പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ എക്സാമിനും വായിക്കുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും കൂൾ ഓഫ് ടൈമിൽ ജസ്റ്റ് വായിച്ച് നോക്കും, എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഇത് ഞാൻ കൂൾ ഓഫ് ടൈമിനെ വായിച്ചിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അങ്ങ് കത്തുന്നില്ലായിരുന്നു. ഞാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തന്നെ മനസ്സിലാവുന്നുമില്ലായിരുന്നു. ഫസ്റ്റ് അങ്ങനെ എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ലാസ്റ്റ് എന്തൊക്കെയൊക്കെയോ എഴുതി വെച്ചു. സത്യം പറഞ്ഞാൽ എന്താ എഴുതിയെന്നുള്ളത് പോലും എനിക്കൊരു ഐഡിയ ഇല്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര ടഫ് എക്സാം ആയിരുന്നു. എനിക്ക് കുറേ ഓപ്ഷൻസ് കൂട്ടാണ്ട് ഞാൻ ഒത്തിരി ക്വസ്റ്റ്യൻസ് വിട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഒരു ഐഡിയ ഇല്ല. പിന്നെ എന്തെങ്കിലും ഒരു ഐഡിയ പ്രോസസ്സായി വരുമ്പോഴേക്കും ടൈമും കഴിഞ്ഞു. അങ്ങനെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ക്രിസ്മസ് എക്സാം ഈ കഴിഞ്ഞ ഫിസിക്സ്, ബയോളജി ആൻഡ് മാത്സ്, ഇതിലെനിക്ക് ഏറ്റവും പാട് മാത്സ് ആയിരുന്നു. ടു ബി ഹോണസ്റ്റ്, ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് തലേന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു അങ്ങനെയല്ല. ഞാൻ സത്യം പറഞ്ഞാൽ മാത്സിന് വേണ്ടി കുറച്ച് എഫേർട്ട് ഇടുന്ന ആൾ തന്നെയാണ് ബാക്കിയുള്ള സബ്ജക്റ്റിനെ അപേക്ഷിച്ച്. കാരണം മാത്സ് എനിക്ക് പൊതുവേ കുറച്ച് ടഫുള്ള ആൾ തന്നെയാണ് മാത്സ്. പണ്ടേ എനിക്ക് ഹൈസ്കൂൾ മുതലേ മാത്സ് കുറച്ച് പാട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മാത്സിന് ഞാൻ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടാറുണ്ടായിരുന്നു. പക്ഷെ അത്ര എഫേർട്ട് ഇട്ടിട്ടും ഭയങ്കര ടഫായതിൻ്റെ വിഷമം എന്തായാലും ഉണ്ട്. ഇന്നലെ ഭയങ്കര തലവേദനയായിരുന്നു. പൊതുവെ എനിക്ക് ഈ ഒരാഴ്ച ഭയങ്കര തലവേദനയാണ്, ഉറക്കം സെറ്റാവാനായിട്ടായിരിക്കും. പക്ഷേ എന്നിട്ടും ഞാൻ കുറച്ചൊക്കെ പറ്റുന്ന പോലെ നോക്കിയിട്ടുണ്ടായിരുന്നു തലേന്നും. ആൻഡ് രാവിലെ എണീച്ച് എനിക്കാവുന്ന പോലെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഇതുണ്ടായത് എന്താ വെച്ചാൽ, മുന്നേ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ, ഞാൻ തീരെ പഠിക്കാറുണ്ടെന്ന ചാപ്റ്റർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, 3D ആൻഡ് വെക്ടർ ആൽജിബ്ര, പിന്നെ അപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ്. ഈ 4 ചാപ്റ്റർ ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. വെക്ടർ ആൽജിബ്ര നോക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി 3 തീരെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഓവറോൾ ഭയങ്കര ടഫായിരുന്നു. മുന്നേ കുറച്ച്, അതായത് ഞാൻ പഠിച്ച ചാപ്റ്റർ ഞാൻ വൃത്തിക്കായിരുന്നു പഠിച്ചിട്ട് പോയത്. NCERT മിസ്സലേനിയസ് ഒഴിച്ച് ഇൻ്റർഗ്രൽസിന് എനിക്കാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് മാർക്കും ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അതിൻ്റെ സൊല്യൂഷൻസ് ഞാൻ ജസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തായാലും എക്സാം ഭയങ്കര ടഫായിരുന്നു. പിന്നെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം ഡിസ്കസ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. ഞാൻ ആൻസർ കീ ഒന്നും ഞാൻ നോക്കുന്നില്ല. കാരണം ഈ എക്സാം പൊട്ടുമോ ജയിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഇത്രയും നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അനുയോജ്യമായൊരു ടൈം ടേബിൾ വേണം. ഇത് ഇട്ട ടൈം ടേബിളിൽ ഒരു ദിവസം പോലും ഗ്യാപ്പില്ല. സത്യം പറഞ്ഞാൽ ലാംഗ്വേജ് സബ്ജക്റ്റ് ഒഴിച്ച്, അതായത് ഇംഗ്ലീഷ്, ഹിന്ദി അതുപോലുള്ള സബ്ജക്റ്റ് ഒഴിച്ച് ബാക്കിയുള്ള സബ്ജക്റ്റിന് മിനിമം ലീവെങ്കിലും തരേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ്. പക്ഷേ ഈ ടൈം ടേബിൾ ഇട്ട ആൾ അല്ലെങ്കിൽ അതോറിറ്റി അതിനുള്ള ലീവ് പോലും പ്രോപ്പറായി തന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ലീവ് പോലും ഇല്ലാണ്ട് ഒരു നൈറ്റ് കൊണ്ട് എന്തായാലും ആർക്കും 14 ചാപ്റ്റർ ഒന്നും പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. ചാപ്റ്ററിൻ്റെ എണ്ണവും ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ലീവ് പോലും ഇല്ലാണ്ട് ഇങ്ങനെ ജസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ബിക്കോസ് വി ആർ ഹ്യൂമൻസ്. ഒരിക്കലും എക്സാം അങ്ങനെ എഴുതാൻ പറ്റില്ല. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ അങ്ങനെ സഡനായിട്ട് ചേഞ്ച് ചെയ്യേണ്ട കാര്യമല്ലല്ലോ. എന്തായാലും തലേ ദിവസം കൊണ്ട് ആർക്കും ഇത്രയും ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്ത് പോകാൻ പറ്റില്ല. ബേസിക് ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യാനും പറ്റുള്ളൂ. അതേപോലെ തന്നെ റിവൈസ് ചെയ്യാനും പറ്റുള്ളൂ. പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ തലയിലും കയറണമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും തലേ ദിവസം എന്തായാലും നല്ല നല്ല ലെവൽ കൂടിയ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ഒന്നും എല്ലാവർക്കും ചെയ്ത് അങ്ങ് പോകാൻ പറ്റില്ല. എല്ലാ ചാപ്റ്ററും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാനുള്ള സമയമേ ഉള്ളൂ. എന്തായാലും മിക്ക സ്റ്റുഡൻസും ഉറക്കൊഴിഞ്ഞും അത്രയും എഫേർട്ട് എടുത്തിട്ടൊക്കെ ആയിരിക്കും എക്സാമിന് വേണ്ടി പഠിക്കുന്നത്. അവരെ മെൻ്റൽ ഹെൽത്തൊക്കെ ഡിസ്ട്രോയ് ആയിട്ടായിരിക്കും എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ പ്രിപ്പയർ ആയിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് ഈ എക്സാമോടെ എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ട് കാണും. കാരണം അറിയാലോ, ജസ്റ്റ് ഒന്നാമത്തെ കാര്യം സ്റ്റഡി ഗ്യാപ്പില്ല. എന്തായാലും രാത്രിയൊക്കെ ഇരുന്ന് തന്നെ പറ്റത്തുള്ളൂ. ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കണമെങ്കിൽ തന്നെ ഇരുന്ന് തന്നെ പറ്റത്തുള്ളൂ. എന്നാൽ ജസ്റ്റ് സിലബസ് ഒന്ന് കവർ ചെയ്തെടുക്കാനെങ്കിലും പറ്റുള്ളൂ. അത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ടിട്ടും എക്സാം ഇങ്ങനെ ആകുമ്പോൾ നല്ല വിഷമം എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. എന്തായാലും
ഒരു കാര്യമേ പറയാനുള്ളൂ, ഇറ്റ്സ് നോട്ട് എ പബ്ലിക് എക്സാം. എന്തായാലും ഇതൊരു ക്രിസ്മസ് എക്സാം ആണ്. സോ ആ സെൻസിൽ തന്നെ എല്ലാവരും എടുക്കുക. ഞാനും ആ സെൻസിലാണ് ഇപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. കാരണം എന്തായാലും ഇനി വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല. നല്ല സങ്കടം എനിക്കും ഉണ്ട്, കാണുന്ന മിക്കവർക്കും എന്തായാലും ഉണ്ടാവും. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിൽ അറിയിക്കുക. എൻ്റെ ഒപ്പീനിയൻ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ആയിട്ട് കാണാം. ആൻഡ് അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ 3K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. സോ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ബൈ.